ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി നല്ലൊരു ചട്നിയുടെ റെസിപ്പിയാണ്. ചട്നിന്നോ ചമ്മന്തി എന്നൊക്കെ പറയാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള റെസിപ്പി. ഇത് ടൊമാറ്റോ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ്. ഇതിൽ നമ്മൾ തേങ്ങയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇത് ദോശക്കും ഇഡ്ഡലിയൊക്കെ സൂപ്പറാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ? ഇതുണ്ടാക്കാനായിട്ട് ഞാനൊരു പാന് നന്നായി ചൂടാക്കിയെടുത്ത ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മുഴുവനായിട്ടുള്ള ഉഴുന്നാണ്. ഉഴുന്ന് ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ കരിഞ്ഞു പോയാൽ ഇതിൻ്റെ ടേസ്റ്റ് മാറിയിട്ട് നമ്മുടെ ചട്നിയുടെ ടേസ്റ്റി ആവാതായിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇനി ഇതിലേക്ക് 2-3 വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുക. കാശ്മീരി ചില്ലി ആണെങ്കിൽ നന്നായിരിക്കും. അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള സീഡ് കളഞ്ഞാൽ ഇതിൻ്റെ എരിവ് കുറഞ്ഞ് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി അത് ചേർത്ത് കൊടുത്ത ശേഷം പെട്ടെന്ന് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2-3 അല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കണേ. അതുകൂടി ചേർത്ത് കൊടുത്താൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഒരു റോ ടേസ്റ്റ് മാറാനായിട്ടാണ്. ഇനി ഇതിലേക്ക് ഒരു 10 ചെറിയ ഉള്ളി കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഒരു അരക്കഷ്ണം സവോള ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങട്ടെ. നന്നായിട്ട് ഗോൾഡ് കളറൊന്നും ആവാൻ നിൽക്കേണ്ട. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഈ സവോളയുടെ കളർ ചെറുതായിട്ടൊന്നും മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 തക്കാളി ചേർത്ത് കൊടുക്കുക. ചെറിയ സൈസ് ആണെങ്കിൽ 3 ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ബിഗ് സൈസ് ആയതുകൊണ്ട് ഞാൻ 2 ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കൊരു അടുപ്പ് വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് ഇത് വെന്ത് നന്നായിട്ട് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഇതേ 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത്രയൊക്കെ മതി. കാരണം ഇതിൽ കൂടുതലാവാൻ നിൽക്കേണ്ട. കാരണം ഇത് ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫാക്കിയിട്ട് നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫാക്കട്ടെ. ഇനി അരക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് നമ്മുടെ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയും തക്കാളിയുടെയൊക്കെ മിക്സ് ചേർത്ത് കൊടുക്കുക. ശേഷം ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അതായത് ഒരു ചെറിയ പിടി, കുറച്ച് മതി കേട്ടോ, ഒരു പിടിയോളം മല്ലിയില ചേർത്ത് കൊടുക്കുക. കൂടാതെ 1 ടേബിൾ സ്പൂണോളം ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. ക്യാരറ്റൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ചെറിയൊരു മധുരമൊക്കെ ഉണ്ടാവും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് നമ്മുടെ മുളക് പൊടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ എരിവിനനുസരിച്ചൊന്ന് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഫൈനായിട്ട് ഞാനങ്ങ് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ അങ്ങ് നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി നമുക്കിത് താളിച്ചെടുക്കണം. താളിക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടാക്കിയെടുത്ത ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലെണ്ണ ഇഷ്ടമുള്ളവരാണെങ്കിൽ നല്ലെണ്ണ ഉപയോഗിക്കാം. അപ്പോൾ എനിക്ക് അത്ര ഫ്ലേവർ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നു. അപ്പോൾ നല്ലെണ്ണ ഇഷ്ടമുള്ളവരാണെങ്കിൽ നല്ലെണ്ണ ചേർത്ത് കൊടുത്ത് നമുക്ക് താളിച്ചെടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിച്ചെടുത്ത ശേഷം ഇതിലേക്ക് ഞാനൊരു 2 വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് കൊടുത്ത ശേഷം ഒരു 2 ലീഫ് അത്രയൊക്കെ വേണ്ട കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മുടെ അരച്ചു വച്ചിരിക്കുന്ന നമ്മുടെ ചട്നിയില്ലേ, തക്കാളിയുടെയും സവോളയുടെ ഒക്കെ അരച്ചു വച്ചിരിക്കുന്ന ആ മിക്സ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് താളിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറക്കല്ലേ. അതുകൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ദോശയുടെ കൂടെയോ ഇഡ്ഡലിയുടെ കൂടെയോ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന
ഒരു ചട്നിയാണ്. അപ്പോൾ സാമ്പാറൊക്കെ ഉണ്ടെങ്കിൽ കുശാലായിരിക്കും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു സർവിങ് ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ചട്നി നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇനി ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇതുവരെ എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്.